ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലത്തെ മുതലുള്ള വിശേഷങ്ങളാട്ടോ. രാവിലെ ദേ നല്ല അടിപൊളി നല്ല അപ്പമായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പാട്ടോ അത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നേരെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അവിടെ ദേ പയർ ഒരുക്കി. ഇതൊന്ന് നല്ല പയർ തോരനായിട്ട് ഈ നാടൻ പയറില്ലേ. അപ്പോൾ ദേ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും ചതയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ചട്ടി വെച്ചു. ചട്ടി ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ചതച്ച് വെച്ചേക്കണേ വെളുത്തുള്ളി മുളകും അതും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചു. അതൊന്ന് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ കറിവേപ്പിലയിട്ട് നമ്മുടെ ഒരുക്കി വെച്ചേക്കണേ പയറും ചേർത്ത് നന്നായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ പയറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഈ നാടൻ പയറിന് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് അല്ലേ. ഇതിപ്പോൾ ഞാൻ താഴെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി സിമ്മിലിട്ട് ഒരു 2-3 മിനിറ്റ് സിമ്മിൽ അടച്ച് വയ്ക്കും. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി, ഒട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ. വെള്ളമൊക്കെ ഇറങ്ങി അത് അവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ കഴുകാണ്ടായിരുന്നു. പാത്രം കഴുകി വെച്ചു. നേരെ തിരിച്ച് വീട്ടിലൊന്ന് കുറേ പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലത്തെയാണ്. അപ്പോൾ പൊട്ടറ്റോ മസാല ഉണ്ടാക്കാനായിട്ടോ ഒന്ന് സ്കൂളിൽ ലഞ്ചിന് കൊടുത്തു വിടാൻ. അപ്പോൾ പൊട്ടറ്റോ ഇതുപോലെ തൊലി കളയാതെ നന്നായിട്ട് കഴുകി ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ആവി കയറി അപ്പം തന്നെ പിന്നെ തുറന്നു വെക്കണം. എന്നാലേ ഇതുപോലെ നല്ല മൊരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്ന് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ നല്ല ചോറും പൊട്ടറ്റോ ഫ്രൈയും പിന്നെ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇന്നത്തെ അവൻ്റെ ലഞ്ച്. ഈ പൊട്ടറ്റോ മസാല നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ ബീഫും ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് നല്ല സൂപ്പർ ബീഫ് കറി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിക്കില്ല, ഞാനാട്ടോ ഉണ്ടാക്കണത്, പക്ഷെ ഞാൻ കഴിക്കില്ല. അപ്പോൾ നല്ല ബീഫ് കറി ഇതായിരുന്നു ഇന്ന് അവൻ്റെ ലഞ്ച്. നല്ല സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ലഞ്ച് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് താഴത്തേക്ക് പോകണം കേട്ടോ, കുഞ്ഞിൻ്റെ അടുത്തേക്ക്. കുഞ്ഞവിടെ നല്ല ചിരിച്ച് കളിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കപ്പ പുഴുക്ക് ഉണ്ടാക്കാൻ പോവാം. കപ്പ ദേ നുറുക്കി ചേച്ചി വെച്ചു. അപ്പോൾ ഇനി അത് പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് അതൊന്നും കൂടെ നന്നായിട്ട്, ഇതൊരു കറുത്ത് പോയി 3-4 ദിവസമായ കപ്പ ആയതുകൊണ്ടേ. അപ്പോൾ അത് കുക്കറിൽ വെച്ച് ഒറ്റ വിസിലടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാന്താരിമുളക് കുറയ്ക്കാൻ പോകട്ടോ. കാന്താരിമുളക് ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. കുറച്ച് ഇവിടെ ഈ പുറകുവശത്താട്ടോ ഇത്. ഇവിടെ ഒരു 2 കാന്താരിയിൽ കുറച്ച് കാന്താരിമുളകുണ്ട്. അപ്പോൾ അത് തികയില്ലായിരുന്നു കേട്ടോ. തികയില്ലാത്തായിരുന്നു ഞാൻ അപ്പുറത്തെ വശത്ത് പോയിപ്പോൾ അതാട്ടോ ആ കാന്താരി കേട്ടോ. ഇതിലും ഉണ്ടായിരുന്നു, ഇതിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ കാന്താരി മുളകും കൂടെ പറിച്ച്, നല്ല കാന്താരി മുളക് ഇടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ പച്ചമുളകിനേക്കാളും. അപ്പോൾ അതും കൂടെ പറിച്ച് നമ്മുടെ കപ്പയ്ക്ക് കൊണ്ടുപോകാനായിട്ട് വന്നു. അപ്പോഴത്തേക്കും കപ്പ ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തപ്പോൾ ശരിക്കും വെന്തമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ കളറും മാറി തുടങ്ങിയത് ഇതുപോലെ ആയിട്ടിരിക്കുക. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ അത് കുറച്ച് പാൽക്കപ്പ ഉണ്ടാക്കാൻ മാറ്റി വെച്ചു. കുഞ്ഞിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. അതിലേക്ക് പിന്നെ നമ്മുടെ അരപ്പ് ചേർക്കണം. തേങ്ങ, പിന്നെ കാന്താരിമുളകും വെളുത്തുള്ളിയും. ജീരകം ഇടൂല കേട്ടോ. ജീരകം ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതാണ് ജീരകം ഇട്ടില്ല. അപ്പോൾ കാന്താരിമുളകും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അരയ്ക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് കപ്പയിലേക്ക് ചേർക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി കപ്പയിൽ ഇട്ടിട്ടില്ലായിരുന്നു. കപ്പ ഒരു വിസിലടിച്ചിട്ട് പിന്നെ വെള്ളം ഊറ്റി കളഞ്ഞായിരുന്നു കേട്ടോ. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇച്ചിരി വെള്ളം ഒഴിച്ചു, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഈ അരപ്പും ചേർത്ത് ഒന്നും കൂടെ ശരിക്കും ഉടച്ചെടുക്കുക കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള കപ്പയാണ്, പക്ഷെ വേവാൻ പാടായിരുന്നു. പിന്നെ 3-4 ദിവസം ആയതുകൊണ്ട് ആ കളറും മാറിപ്പോയത്. അപ്പോൾ നല്ല അടിപൊളി കപ്പ പുഴുക്ക് റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. കപ്പ പുഴുക്ക് നല്ല സൂപ്പറായി. ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വേറെ താളിച്ചൊന്നും ഒഴിക്കില്ല. കറിവേപ്പില ഇട്ടു, പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ല അടിപൊളി കപ്പ പുഴുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.